നേഷൻ ഫെസ്റ്റിൽ ഇപ്പോൾ നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഐസക് ചെറിയാനാണ്. നമസ്കാരം. നമസ്കാരം. അതെ, കഴിഞ്ഞ മണിക്കൂറുകൾ മുൻപാണ് പ്രവചിച്ചിരുന്നത് കേരളത്തിൽ മന്ത്രിമാരടക്കം പേരാവൂരിൽ നമ്മുടെ മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജ ടീച്ചർ അടക്കം തോറ്റുപോകുമെന്ന് പ്രവചിച്ചിരുന്നു. ഏറെക്കുറെ അത് സത്യമാകുന്നു. വലിയ രീതിയിലുള്ള ഒരു UDF തരംഗം കേരളത്തിൽ ആഞ്ഞു വീശിയിരിക്കുകയാണ്. അപ്പോൾ പ്രവചനങ്ങളെല്ലാം സത്യമായിരുന്നു. അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞതിന് ശേഷം പലപ്പോഴും പല ആൾക്കാരും നമ്മുടെ കമന്റ് ബോക്സിലടക്കം ഇതിങ്ങനെയല്ല, ഇവനൊന്നും അറിയില്ല, ഈ ചാനൽ ഞാൻ ഇനി കാണില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. സത്യസന്ധമായിട്ടാണ് നിഷ്പക്ഷമായിട്ടാണ് നമ്മൾ അതിന്റെ അഭിപ്രായം പറഞ്ഞത്. പക്ഷേ അതിന്റെ ഒരു കണക്കുകൂട്ടലുകൾ പറഞ്ഞത്. എന്നാൽ പോലും അതിലൊരു എറർ, ഒരു പെർസെന്റേജ് ഓഫ് എറർ നമ്മൾ ഇട്ടിരുന്നു. സാധാരണ ഇലക്ഷൻ നമ്മൾ പ്രിഡിക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഇടാറുണ്ട്. പക്ഷേ ആ എററിന്റെ അപ്പുറം ഇപ്പോ ഞാൻ പറഞ്ഞത് 85 സീറ്റ് വരെ ലഭിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ സീറ്റ് നില എത്തി നിൽക്കുന്നത് 100 ക്രോസ് ചെയ്താണ്. പക്ഷെ പറഞ്ഞ ആൾക്കാര്, ഈ പറഞ്ഞ മന്ത്രിമാർ അടക്കമുള്ള എല്ലാ ആൾക്കാരും പരാജയപ്പെട്ടു എന്നുള്ളത് വലിയ അതിശയം ഉണ്ടാക്കുന്ന കാര്യമല്ല. കാരണം ഇതൊരു ഉറപ്പുള്ള തോൽവിയായിരുന്നു എന്നതാണ് സത്യം. അത് എന്തുകൊണ്ട് സർക്കാരിന് മനസ്സിലായില്ല എന്നുള്ളതാണ് എന്റെ ഒരു ന്യായമായിട്ടുള്ള സംശയം. കാര്യം മന്ത്രിമാരെ സംബന്ധിച്ച് അവസാനം വന്നപ്പോൾ ഇന്നലെ പറഞ്ഞ അതേ കാര്യമാണ്. ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ ഒരു ഗവൺമെന്റിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ട് തോറ്റു എന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ തോറ്റതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒറ്റ ഒരു കാരണമാണ്. ജനങ്ങൾ നോക്കിയപ്പോൾ ഐഡിയോളജി വിശ്വസിച്ചിരുന്ന ഒരു പാർട്ടിക്ക് ഭീകരമായിട്ടുള്ള വ്യതിയാനം വന്നു എന്ന് മാത്രമല്ല, ആ വ്യതിയാനം വന്നിട്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല എന്നുള്ള തരത്തിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിച്ചു. അവിടെ ജനങ്ങൾ ഒരു തിരുത്തൽ ആഗ്രഹിച്ചു. ആ തിരുത്തൽ ശക്തിയായി UDF വരാൻ പറ്റും എന്ന് ജനങ്ങൾ കരുതി. ജനങ്ങൾ മാത്രമല്ല, പലപ്പോഴും ഈ UDF വിജയിപ്പിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ മുൻപിലുള്ള ഒരു ഓപ്ഷൻ എന്നുള്ളത് ജനങ്ങൾ കരുതി. ഇതിന്റെ പ്രശ്നം ഇത്രയും വലിയ സീറ്റ് UDF കിട്ടിയത്, UDF മാത്രം എനിക്ക് തോന്നുന്നു UDF പ്രവർത്തകരാണ് ആദ്യം ഞെട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് CPM ഞെട്ടിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. UDF അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും VD സതീശൻ അടക്കം കുറെ നാളുകളായി പറയുന്നുണ്ട് 100 സീറ്റ് നേടുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും താഴെത്തട്ടിലുള്ള അണികളിലേക്ക് അത്രയും വലിയ ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ചെറിയ ഭൂരിപക്ഷത്തിലൊക്കെ, ചെറിയ മാർജിനിലൊക്കെ അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അണികൾക്ക് ഇതൊരു ബമ്പർ ലോട്ടറി ആയിരുന്നു 100 സീറ്റിനടുത്ത് എത്തുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും VD സതീശൻ പോലൊരു പരിണിതപ്രജ്ഞനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിന്റെ കാൽക്കുലേഷൻസ് ഒരു കാരണവശാലും തെറ്റിയിരുന്നിട്ടുമില്ല. ചരിത്രം എടുത്ത് നോക്കിയാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം അതിന്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ VD സതീശൻ 100 സീറ്റ് എന്ന് പറയുമ്പോഴും VD സതീശന് തന്നെ അത്ര കണ്ട് ഉറപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് കാര്യം. ചിലപ്പോഴെങ്കിലും ഈ പറയുന്ന ലെഫ്റ്റ് സപ്പോർട്ട് അത്രയധികം കുറഞ്ഞു പോകുമോ, അധികം കുറഞ്ഞ വോട്ട് ഷെയറിലേക്ക് ലെഫ്റ്റ് പോകുമോ? ലെഫ്റ്റ് പോകണമെങ്കിൽ ഇടതുപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാകണം. അത് ഉണ്ടാകില്ല എന്ന് VD സതീശൻ പോലും കരുതിയിരുന്നു. പലപ്പോഴും 100 സീറ്റുകൾ എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഏതാണ്ട് ഒരു 85 സീറ്റിന്റെ അടുത്ത് ഒരു പക്ഷേ കോൺഗ്രസ് UDF എത്തിയേക്കാം, UDF അലയൻസ് എത്തിയേക്കാം എന്നാണ് അവർ കരുതിയത്. പക്ഷെ സംഭവിച്ചത് എന്താണ്? UDF നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളോ മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പിൽ UDF അല്ല ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്തിരിക്കുന്നത്. ഇടതുപക്ഷത്തിനെതിരെ ഫാക്ഷനലിസം അല്ലെങ്കിൽ സെൽഫ് സാബൂറ്റാജ് എന്നൊക്കെ പറയുന്ന ടേം നമ്മൾ പറയേണ്ടി വരും. അതായത് സ്വന്തം പാർട്ടിയിൽ നിന്ന് സ്വന്തം കേഡർ വോട്ടുകൾ കൃത്യമായി ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അത് വോട്ട് ചെയ്തിട്ടില്ല. മാത്രമല്ല ഈ പറയുന്ന പാർട്ടിക്കാർ, കേഡർ വോട്ട് ഉള്ള ആൾക്കാർ പലപ്പോഴും വോട്ട് ചെയ്യാൻ വിസമ്മതിച്ചിരിക്കുന്നു. കണ്ണൂരിലൊക്കെ സംഭവിച്ചത് അതാണ്. കണ്ണൂരിൽ ഉദാഹരണത്തിന് എന്റെ ഏറ്റവും വലിയ ഞെട്ടൽ എന്ന് പറയുന്നത് കുഞ്ഞികൃഷ്ണൻ ജയിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ TK ഗോവിന്ദൻ ജയത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഈ സീറ്റുകളിൽ പാർട്ടിക്ക് വിള്ളലുണ്ടായെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവിടെ പാർട്ടിയുടെ അടിത്തറ വോട്ടുകൾ ഇത്രയും അധികം പോളിംഗ് ശതമാനം ഉയർന്ന, ഒരു പക്ഷേ 95 പോലും ഉയർന്ന സ്ത്രീ വോട്ടർമാർ അധികം പോൾ ചെയ്ത ആ മണ്ഡലങ്ങളിൽ കൃത്യമായിട്ടുള്ള തിരിച്ചടി പാർട്ടിക്ക് നേരിട്ടിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് ധർമ്മടത്താണ്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 50,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലം, മുഖ്യമന്ത്രി മത്സരിക്കുന്ന മണ്ഡലം, അടുത്ത മുഖ്യമന്ത്രി ആകാൻ സാധ്യതയുണ്ടായിരുന്ന മണ്ഡലം, അവിടെ 10,000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരിക്കും വിജയിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ വിജയിക്കുക. ആദ്യ 5 റൗണ്ടുകൾ 6 റൗണ്ടുകൾ എണ്ണുമ്പോൾ പോലും അവിടെ UDF കാൻഡിഡേറ്റ് ആയിരുന്നു മുന്നിൽ നിന്നിരുന്നത്. അതിൽ സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതം കാണുന്നില്ല. പാർട്ടി ശക്തി കേന്ദ്രമാണെങ്കിൽ പോലും പിണറായി വിജയനോടുള്ള എതിർപ്പ് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ പലപ്പോഴും സ്വന്തം പേഴ്സണാലിറ്റി റീഡിഫൈൻ ചെയ്യാനും സ്വന്തം ഒരു PR സ്റ്റണ്ടിലേക്ക് അവസാനം സ്വന്തം വ്യക്തിത്വത്തെ ഒതുക്കാനും ശ്രമിച്ചത് വഴി പലപ്പോഴും ജെനുവിൻലി മനുഷ്യരോട് ഇടപെടാൻ അറിയാത്ത അദ്ദേഹത്തെ കൊണ്ട് PR ഏജൻസികൾ ഈ പറയുന്ന സ്റ്റണ്ടുകൾ മുഴുവൻ ചെയ്യിപ്പിച്ചിട്ട് നേരെ വിപരീത
ദിശയിലുള്ള ഒരു റിസൾട്ട് പലപ്പോഴും നമ്മൾ കണ്ടതാണ്. വീട്ടിൽ പോയി ചോദിക്കുന്ന അടക്കം പറഞ്ഞത് പലപ്പോഴും അദ്ദേഹം ഉണ്ടായിരുന്ന ഒരു ജെനുവിൻ പ്രൊഫൈൽ അദ്ദേഹത്തിന് കീപ്പ് ചെയ്യാൻ ശ്രമിക്കാതെ PR ഏജൻസികൾ അദ്ദേഹത്തെ കൊണ്ട് പലപ്പോഴും ഈ സ്റ്റണ്ടുകൾ കാണിച്ച് പലപ്പോഴും അദ്ദേഹം ജനങ്ങൾക്ക് പറ്റുന്ന ഒരാളല്ല എന്നുള്ളൊരു തോന്നൽ അവസാന കാലമായപ്പോഴേക്കും ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് സത്യം പറഞ്ഞാൽ ഒബ്വിയസുമായിരുന്നു. പലപ്പോഴും ഇപ്പം നമുക്കൊക്കെ അറിയാവുന്ന കേസുണ്ട്. പിണറായി വിജയനോട് ഈ പറയുന്ന കേരളത്തിലെ പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും ഉള്ള ഒരു നീരസം എത്രയധികമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് എന്തിനു വേണ്ടിയാണെന്നോ എന്തിനാണെന്നോ എന്താണ് ഇത്രയും ദേഷ്യമെന്നോ പലപ്പോഴും അക്കാഡമിക് ആയിട്ട് പോലും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ആ വ്യക്തിയോട് ഇത്രയധികം ദേഷ്യം വരുന്നു, ഒരാളോട് ഭീകരമായിട്ടുള്ള വെറുപ്പ് വരുന്നു? അതൊരു പക്ഷെ അദ്ദേഹം എടുക്കുന്ന ഒരു വളരെ ഡിസൈസീവ് ആയിട്ടുള്ള ഫാസിസ്റ്റ് നിലപാടുകൾ കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉറച്ച തീരുമാനം കൊണ്ടാണോ, അല്ലെങ്കിൽ ഒരു ഏകാധിപതിയുടെ ഒരു ഫാസിസം ജനങ്ങൾക്ക് ഫീൽ ചെയ്തോ, കേരളത്തിലെ ജനങ്ങൾക്ക് ഫീൽ ചെയ്തോ? അതൊക്കെ നമ്മൾ അക്കാഡമിക് ആയിട്ട് പഠിക്കേണ്ടതാണ്. പക്ഷെ പിണറായി വിജയന്റെ അവിടുത്തെ ഭൂരിപക്ഷം പാർട്ടി ശക്തി കേന്ദ്രങ്ങൾ കുറഞ്ഞു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുമ്പോഴും അത് തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഈ 103 സീറ്റിലേക്ക് UDF എത്തുമ്പോൾ തീർച്ചയായിട്ടും അത് ഉണ്ടായെങ്കിൽ പോലും അത്ഭുതമില്ല. കാര്യം ജനങ്ങൾ അത്രയധികം ഈ സർക്കാരിന്റെ മുഖത്തെ, സർക്കാരിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവസാനമായപ്പോൾ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മന്ത്രിമാരിൽ ഒരു 80% മന്ത്രിമാരെങ്കിലും തോൽക്കുമെന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 85% തോൽവിയിലേക്ക് അടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ജയിച്ചവരുണ്ടോ എന്ന് ചോദിച്ചു നടക്കേണ്ട അവസ്ഥയാണ്. എവിടെയാണ് LDF പിടിച്ചു നിൽക്കുന്നത് ഇപ്പോഴും തിരുവനന്തപുരത്താണ്, തൃശ്ശൂരിലാണ്. അല്ലാത്ത എല്ലാ പോക്കറ്റുകളും ലെഫ്റ്റിന്റെ ഇളകി. ഈ പറയുന്ന തൃശ്ശൂരിൽ, ഈ പറയുന്ന തിരുവനന്തപുരത്ത് സംഘടനാ ശേഷിയെക്കാട്ടിലും കൂടുതൽ പലപ്പോഴും വർക്ക് ചെയ്ത ഫാക്ടർ എന്ന് പറയുന്നത് ഒരു വലിയ മൈനോറിറ്റി കൺസോളിഡേഷനുള്ള സ്കോപ്പില്ല. പലപ്പോഴും കേഡർ വോട്ടുകൾ അതിന്റെ പ്രവർത്തനം കൊണ്ട്, ഈ നമ്മൾ നേരത്തെ പറയുന്ന ഏകോപനം കൊണ്ട്, പലപ്പോഴെങ്കിലും ആ ഒരു പോഷൻ ഉള്ളത് കൊണ്ട് പാർട്ടി സർക്കാരിന്റെ മുഖമായി മാറിയ ഈ കാലഘട്ടത്തിൽ, പാർട്ടിയും സർക്കാരും രണ്ടല്ല എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ഈ ഒരു കോർഡിനേഷൻ ആ പറയുന്ന ജില്ലകളിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ചില വലിയ തോൽവി അല്ലെങ്കിലും ചിലയിടങ്ങളിലെങ്കിലും ജയിക്കാനും പിടിച്ചു നിൽക്കാനും CPM-നും CPI-ക്കും തൃശ്ശൂരും തിരുവനന്തപുരത്തും പറ്റിയിട്ടുണ്ട്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായിട്ടുള്ള തിരിച്ചടി പാർട്ടി നേരിടുന്ന സാഹചര്യത്തിലോട്ട് പലപ്പോഴും ഇടതുപക്ഷ അനുഭാവികൾക്ക് വിഷമം വരുന്ന രീതിയിൽ ഇത്രയും വലിയ തോൽവി ഇടതുപക്ഷം അറിയിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും ഇത്രയും അധികം തോൽക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം ന്യായമായിട്ട് എനിക്കുമുണ്ട്. പക്ഷെ തോൽപ്പിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം. തോൽപ്പിച്ചത് ഒരു കേവലം മൈനോറിറ്റി കൺസോളിഡേഷൻ മാത്രമല്ല, സാമുദായിക രാഷ്ട്രീയ സമവാക്യങ്ങൾ മാത്രമല്ല. തോറ്റതിന്റെ പ്രധാനപ്പെട്ട കാരണം സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാർ, സ്വന്തം കേഡർ വോട്ടുകൾ അവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആലോചിക്കണം. സ്വന്തം വോട്ടുകൾ, സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള വോട്ടുകൾ ലഭിക്കാത്ത ഒരു സാഹചര്യം നമുക്കുണ്ടാവുകയാണെങ്കിൽ എന്താണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം? ആദ്യം അഡ്രസ് ചെയ്യേണ്ടത് ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ആവശ്യകതയാണ്. പലപ്പോഴും പാർട്ടി സംഘടിതമായി എടുത്ത തീരുമാനം, പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടി, സംസ്ഥാന കമ്മിറ്റി കൂടി, ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചെടുത്ത തീരുമാനം എന്ന് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നതല്ലാതെ കൃത്യമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നോ? ഏതെങ്കിലും സ്ഥാപിത താല്പര്യങ്ങളും നേതാക്കളുടെ താല്പര്യങ്ങളും മാത്രമല്ലേ അവസാനം വന്നപ്പോൾ അവര് അതിനുവേണ്ടി മാത്രമല്ലേ ശ്രമിച്ചത് എന്നുള്ള ന്യായമായിട്ടുള്ള സംശയം ജനങ്ങൾക്കുണ്ടായ അടിസ്ഥാനത്തിലാണ് ഈ തോൽവി. പാർട്ടിക്കാരാണ് ഈ സർക്കാരിനെ തോൽപ്പിച്ചത് എന്ന് പറയേണ്ടി വരുമ്പോൾ മറ്റൊരർത്ഥത്തിൽ. കാര്യം ഇപ്പൊ പറയുന്നത് മുസ്ലിം കൺസോളിഡേഷന്റെ കാര്യമാണ്. മുസ്ലിം കൺസോളിഡേഷൻ അല്ല. മുസ്ലിം കൺസോളിഡേഷനോ ക്രിസ്ത്യൻ കൺസോളിഡേഷനോ മൈനോറിറ്റി കൺസോളിഡേഷനോ എന്ത് കൺസോളിഡേഷനും വന്നിരുന്നെങ്കിലും ഈ തോൽവി ഉണ്ടായിരിക്കും. പക്ഷെ ഇത്രയധികം തോറ്റിട്ടുണ്ടെങ്കിൽ അത് ആ തോൽവിയുടെ ഉത്തരവാദിത്തം അത് പാർട്ടിക്കാണ്, സർക്കാരിനാണ്. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി ഒന്നും ചെയ്തില്ല, സർക്കാരാണ് ഡാമേജ് വരുത്തി വെച്ചത്. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി പലപ്പോഴും ഒരു തിരുത്തൽ ശക്തിയായി സർക്കാരിന്റെ കൂടെ നിന്നില്ല. പലപ്പോഴും പാർട്ടിയും സർക്കാരും ഒന്നാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കേട്ടുകഴിവില്ലാത്ത കാര്യമാണ്. അപ്പൊ പാർട്ടിക്കാരുടെ വോട്ടുകൾ കൃത്യമായി ഉപയോഗിക്കാൻ, കൃത്യമായി സ്വന്തം പാളയത്തിൽ എത്തിക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം, ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായി എന്നുള്ളിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയധികം പാർട്ടിയെ ശക്തിപ്പെടുത്തണം, തിരുത്തണം എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ്, പാർട്ടിക്കാരടക്കമുള്ളവർ. അതിലേക്കാണ് ഇനിയും കേരളം വരുന്ന നാളുകളിൽ നോക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതെ, ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ കക്ഷിയായിരുന്ന ആയിരിക്കുന്ന CPI-യെ പലപ്പോഴും തള്ളിപ്പറഞ്ഞു, CPM തള്ളിയിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ആക്ഷേപം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ CPI-യുടെ പരമ്പരാഗത വോട്ടുകളിലും ഈ പറഞ്ഞ ചോർച്ച വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ടാകില്ലേ? തീർച്ചയായിട്ടും. പക്ഷെ CPI മിക്ക സീറ്റുകളിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ CPI-യെ സംബന്ധിച്ച് അവർ വലിയൊരു പാർട്ടിയല്ല.
പലപ്പോഴും ജനങ്ങൾക്ക് അത്രയധികം പരാതിയില്ല. പക്ഷെ CPIയെ പോലും ജയിപ്പിക്കരുത്, CPIയെ പോലും ചില സീറ്റുകളിലെങ്കിലും പരാജയപ്പെടുത്തണമെന്ന് ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആത്യന്തികമായിട്ട് CPIയോടുള്ള മാത്രം പ്രശ്നമല്ല, ഈ പറയുന്ന മുന്നണി സംവിധാനത്തോട്, ഈ പറയുന്ന സർക്കാരിന്റെ സംവിധാനത്തിനോടൊക്കെയുള്ള ഒരു ദേഷ്യം, ഒരു നീരസമാണ് അവരും നേരിടേണ്ടി വന്നത്. പലപ്പോഴെങ്കിലും അവസാന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന്റെ നയരൂപീകരണത്തിൽ CPI എടുത്ത നിലപാടുകൾ ജനങ്ങൾക്ക് മനസ്സിലായതാണ്. പക്ഷേ CPIയെ സംബന്ധിച്ച് CPI പോലും ഹൈജാക്ക് ചെയ്യപ്പെടുന്നു ഈ സംവിധാനത്തിൽ, ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ എന്ന് മനസ്സിലാക്കി പലപ്പോഴും ജനങ്ങൾ CPIയെ പോലും വിശ്വാസത്തിലെടുക്കാൻ ശ്രമിക്കാത്തൊരു കാഴ്ച ഈ ഇലക്ഷനിൽ സംഭവിച്ചതിന് മുൻപും സംഭവിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കൊല്ലത്ത് അത് കണ്ടതാണ്. കൊല്ലത്ത് ഇത്രയധികം തോറ്റത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതാണ് അതിന്റെ കാരണം, ഒറ്റ കാരണമേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മന്ത്രിമാരുടെ തോൽവി, ജോസ് കെ മാണിയുടെ തോൽവി, ഗണേഷ് കുമാറിന്റെ തോൽവി, ഇതൊക്കെ സർക്കാരിനെ സംബന്ധിച്ച് കൃത്യമായി അറിയാവുന്ന കാര്യങ്ങളായിരുന്നു എന്ന് തന്നെയാണ്. അതായത് എന്നിട്ടും ഇതിലൊന്നും ഒരു തിരുത്തൽ ശക്തിയായി വരാനോ അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരാനോ, ലീഡർഷിപ്പിന്റെ ഒരു സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാനോ, അവരെ റീപ്ലേസ് ചെയ്യാനോ ഒന്നും CPM തയ്യാറായില്ല. CPM തയ്യാറായില്ല, ഇടതുപക്ഷം തയ്യാറായില്ല. CPI പലപ്പോഴും അത്തരം ചർച്ചകൾ, ഈ പറഞ്ഞതുപോലെ നമ്മൾ NEPയുടെ കാര്യത്തിലൊക്കെ CPIയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ജാഗ്രത സ്വന്തം മുന്നണിയിൽ ഉണ്ടായില്ല എന്ന് പറയേണ്ടി വരും. അത് ഉണ്ടാകാത്തത് കൊണ്ട് വലിയ വില CPM മാത്രമല്ല CPM ഈ ഇലക്ഷന് കൊടുക്കേണ്ടി വന്നു എന്നത് നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അതെ, അപ്പോൾ എന്ത് തന്നെ ആയാലും പ്രവചിച്ചതിനേക്കാൾ വലിയ UDF തരംഗമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്, ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചകളും പുരോഗമിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ തുടർന്നും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, CPMനെ ദ്രോഹിക്കാനല്ല ഈ ഇലക്ഷൻ, CPMനെ നന്നാക്കാൻ വേണ്ടിയാണ്. CPM അത് മനസ്സിലാക്കി ഈ പറയുന്ന ശക്തമായ പ്രതിപക്ഷമായി കേരളത്തിൽ തിരിച്ചു വന്നില്ലെങ്കിൽ കേരളത്തെയും ബാധിക്കും, CPMനെയും ബാധിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതെ, ഒരു ഘട്ടത്തിൽ എല്ലാവരും പറഞ്ഞതുപോലെ ഇനി ഒരിക്കൽ കൂടി ഒരു തുടർഭരണം ഉണ്ടായാൽ CPM എന്ന പാർട്ടിയെ നശിച്ചു പോകുമെന്നുള്ള സാഹചര്യത്തിലായിരുന്നു ഇപ്പോഴുള്ളത്. എന്തായാലും തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് വരട്ടെ. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.